മത്സ്യത്തൊഴിലാളികളുടെ വലിയ ആശങ്കയാണ് സാർ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സാർ, ബഹുമാനപ്പെട്ട മന്ത്രി അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 6000 രൂപ കേരളത്തിൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് സമാശ്വാസ പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിച്ചത് കേവലം പോകുന്ന പോക്കിൽ പ്രഖ്യാപിക്കുന്ന ഒരു നടപടി മാത്രമായിട്ട് ചുരുക്കി കാണുന്നത് വളരെ വളരെ പ്രയാസകരമാണ് സാർ. കേന്ദ്ര ഗവൺമെന്റ് 1500-ൽ നിന്ന് അതിന്റെ വിഹിതം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് സാർ, ആദ്യമായിട്ടല്ല ഒരു ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് മാറി മറ്റൊരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. 2016 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച നടപടിക്രമങ്ങളൊക്കെ അതിന്റെ തുടർച്ചയായ ഗവൺമെന്റ് എന്ന വിധത്തിൽ കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും സാർ. 2016 ജനുവരി ഫെബ്രുവരി മാസത്തിൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ച പല നടപടിക്രമങ്ങളും തുടർന്നു വന്ന സർക്കാരാണ് കൊടുത്തത് സാർ. 2016 മുതൽ 21 വരെയുള്ള കാലത്ത് സർക്കാർ പ്രഖ്യാപിച്ചത് 2021 മുതൽ 26 വരെയുള്ള സർക്കാരിന്റെ കാലത്താണ് സാർ കൊടുത്തത്. അതൊക്കെ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ്. 6000 രൂപ കഴിഞ്ഞ സർക്കാർ പോകുന്ന പോക്കിലാണ് പ്രഖ്യാപിച്ചതെങ്കിൽ അത് കൊടുക്കാനുള്ള മാനസികാവസ്ഥയും അത് കൊടുക്കാനുള്ള നിലപാടും ഈ ഗവൺമെന്റിനുണ്ടോ എന്ന് പറയുന്നതിന് പകരം അത് പ്രഖ്യാപിച്ചത് പോകുന്ന പോക്കിലാണ് എന്ന് വില കുറഞ്ഞ വിധത്തിൽ പറഞ്ഞ് അവഹേളിക്കുന്ന യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളി സമൂഹത്തെയാണ് സാർ. ഞങ്ങളിവിടെ സൂചിപ്പിച്ച പ്രശ്നം 1500 രൂപ മത്സ്യത്തൊഴിലാളികളുടെ വിഹിതം ജൂൺ മാസം അവസാനമാണ് കൊടുത്തത്. ഇനി കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാർ തന്നില്ലെങ്കിൽ ആ പണവും കൂടി കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് നേരത്തെ കൂടി തയ്യാറാക്കി വെച്ചില്ലെങ്കിൽ ജൂലൈ മാസം ആദ്യം അത് കൊടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റില്ല. ട്രോളിംഗ് നിരോധനത്തെ പറ്റി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആ മേഖലയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ വളരെ ഗുരുതരമായ പ്രശ്നമാണ് സാർ. നേരത്തെ ഇത്തരത്തിൽ കടൽക്ഷോഭം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദിവസം 200 രൂപ എന്ന വിധത്തിൽ STRF ഉൾപ്പെടെ നമ്മൾ ഉപയോഗിച്ച അനുഭവമുണ്ട് സാർ. പുനർഗേഹം പദ്ധതി 40 കോടിയായി ബഡ്ജറ്റ് ചുരുക്കുമ്പോൾ പുതിയ ഭവന പദ്ധതി പ്രഖ്യാപിച്ചതല്ലാതെ അതിന് പണം കണ്ടിട്ടില്ല എന്ന ഗൗരവമായിട്ടുള്ള പ്രശ്നം മുമ്പിലുണ്ട്. ദീർഘമായ ഒരു കാലമായി കൊടുക്കാൻ പറ്റാത്ത തീരദേശ മേഖലയിലെ പട്ടയവും വീടുകളും കൊടുത്ത പുനർഗേഹവും പട്ടയവും ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടത്തിയ അനുഭവത്തിൽ നിന്ന് വിഭിന്നമായി പുനർഗേഹത്തിലെ പണം കുറയുന്നു സാർ. ഞാനൊന്ന് അങ്ങ് ധരിച്ച സമയത്ത് തന്നെയാണ് സാർ ഞാൻ അവസാനിപ്പിക്കുന്നതും പറയുന്നതും. അങ്ങ് ഇടയിൽ കയറി നടത്തുന്ന ചില കമന്റുകൾ വളരെ മോശപ്പെട്ട വിധത്തിലുള്ള നിലപാടുകൾ ഉണ്ടാക്കുന്നുണ്ട്, ട്രോളിംഗ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അങ്ങയോട് പറഞ്ഞതാണ്, നേരത്തെ ശ്രീ രാജൻ, അങ്ങ് വോക്കൌട്ട് പ്രസംഗത്തിനകത്ത് ചെയറിനെ അവമാനിക്കുന്ന ഒരു പണി പറ്റില്ല. അങ്ങക്ക് അങ്ങയുടെ സബ്ജക്റ്റിൽ മാത്രമായി നിൽക്കാം. വോക്കൌട്ട് പ്രസംഗമാണെന്ന് ആലോചിച്ചോണം. ആ വോക്കൌട്ട് പ്രസംഗത്തിൽ ചെയ്യേണ്ട നടപടിക്രമം അങ്ങക്കറിയാം. അതിൽ നിന്ന് അങ്ങ് ഡീവിയേറ്റ് ചെയ്ത് ദയവായി പോകരുത്. ഞാൻ അങ്ങയുടെ ഞാൻ പറയും സാർ, അതെന്റെ അവകാശമാണ്. ഈ സഭയിലെ ഒരു അംഗത്തിന്റെ അവകാശമാണ്. അങ്ങുൾപ്പെടെ നയിക്കുന്ന ഈ സഭയുടെ എല്ലാ മാനദണ്ഡങ്ങളും കേന്ദ്രീകരിച്ചും പാലിച്ചുമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാനതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം കിട്ടിയാൽ കൊടുക്കും എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയായ ഒരു നടപടിയല്ല ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. നെല്ല് സംഭരണത്തിന്റെ വിഷയത്തിലും കേന്ദ്രം ഇതുപോലെ പണം തരാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇക്കാര്യത്തിലും കേന്ദ്രം പല കാര്യത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ സമയാസമയത്ത് അത് കൊടുക്കാതെ വന്നാൽ അത് നിർബന്ധമായും കൊടുക്കുമെന്ന് ഉറപ്പാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അത് കിട്ടിയാൽ കൊടുക്കും എന്ന് പ്രഖ്യാപിക്കുന്നതും 6000 രൂപ പോകുന്ന പോക്കിലാണ് എന്നുള്ളത് കൊണ്ട് അത് കൊടുക്കാനാകില്ല എന്ന നിലപാടെടുക്കുന്നതും നിലവിൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയുണ്ടാക്കുന്ന പ്രശ്നമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക ഈ മറുപടിയിൽ അർഹമായ അളവിൽ പ്രതിസന്ധി അർഹമായ അളവിൽ തീർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ മറുപടിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് സാർ, ഞാനും എന്റെ കക്ഷിയും ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുക.